സത്യത്തിൽ ബ്രോ എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എന്റെ കയ്യിൽ നിന്ന് പോയൊക്കെ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് പോലെ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പൊ ഞാൻ ആ സമയത്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവന്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ട് പോലുമില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാൻ മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പൊ അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ചേർത്തലയില് മറ്റേ ആ കുഴിമന്തി ഹോട്ടലില് മറ്റേ വിഷുവിന്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയില്, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയില് ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിന്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയാ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ഒരു കമന്റ്. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ ഉള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിന്റെ ബേസ് എന്റെ ഉള്ളിൽ കിടക്കും. അതിന്റെ ഉള്ളിൽ തനിക്കെന്തിനാണ് അമർഷം ഉണ്ടാകേണ്ടത്? ഇതിലെ മറ്റവന്റെ മാപ്പാണ്. ഏവന്റെ മാപ്പ്? ഈ മലപ്പുറത്ത് കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ആരൊക്കെയോ യാത്ര ചെയ്ത കൂട്ടത്തിൽ മരണപ്പെട്ടല്ലോ. അവരുടെ മരണപ്പെട്ട വാർത്തയുടെ അടിയിൽ ഏറ്റവും മോശമായ, നികൃഷ്ടമായ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയേണ്ട എല്ലാ ഈ വലിയ നഗരങ്ങൾക്കും മാലിന്യ കൂമ്പാരങ്ങളുടെ ഒരിടമുണ്ടാകും എന്ന് പറയുന്നത് പോലെ മനുഷ്യ സമൂഹത്തിലുമുണ്ട് അത്തരം മാലിന്യ കൂമ്പാരങ്ങൾ. സന്തോഷത്തോടെ മനുഷ്യൻ സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഈ മാലിന്യ കൂമ്പാരം അനിവാര്യമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന ബോധ്യത്തിൽ ഇവനെയൊക്കെ ആ കണ്ണുകൾ കൊണ്ട് കാണുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് അവശിപ്തം നിർമ്മാർജ്ജനം ചെയ്യുന്ന, ഫ്ലഷ് ഔട്ട് ചെയ്യുന്ന പ്രക്രിയ പോലെ ഇവനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യപ്പെടേണ്ടതുമാണ്. അവൻ്റെ വിശദീകരണമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഈ വിശദീകരണത്തിലാണ് ഈ കുഴിമന്തി കണ്ടതും ഷിയാസ് കരീം ബീഫ് കഴിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പം സംഖ്യയായോ എന്ന് ചോദിച്ചതിൻ്റെയൊക്കെ വിചിത്രമായ സംഗതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പടം അവൻ്റെ പേരിൽ നടപടിയുണ്ടായി. പിന്നെ ഷിയാസ് ചോദിച്ചു ബീഫ് കഴിക്കാത്തവരോട് സംഖ്യയായോ എന്ന് ചോദിച്ചതിൽ എന്താ തെറ്റ്? ഈ ബീഫിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തി അടുക്കളയിൽ വരെ പാത്രം പോയി പൊക്കി നോക്കുന്നത് ഈ സംഖ്യകളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ വിനോദമായി മാറിയതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടി വന്നത്? നമ്മുടെ നാട്ടിലില്ലെങ്കിലും അത് അയാൾ കൃത്യമായി വിശദീകരിച്ച ശേഷവും ഇവൻ അതിന് മറുപടി പറയുന്നതിന് പകരം മരിച്ചുപോയവരുടെ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിട്ടാണ് ഇവൻ മൂക്കറ്റം കുടിച്ചിരുന്നു എന്ന് പറയുന്ന ന്യായം പറയുന്നത്. ഇതേ ബാക്കിയും കൂടെ കേൾക്കാം. ാണ് ഞാൻ ഇന്നലെ പല അഫ്സൽ കള്ളായിരുന്നു, നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്കിഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരന്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവര് തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എന്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിനൊരു മടിയില്ല അത് പറയാനായിട്ട്. അതാണ് അത്. നിന്റെ മാത്രമല്ല, ഒത്തിരി ആളുകൾ അങ്ങനെയാണ്. ബന്ധമുണ്ട്, ജോലിയുണ്ട്, കടപ്പാടുണ്ട്. ചിലപ്പോൾ പറയാം അവരെ കൊണ്ടാണ് ജീവിക്കുന്നത്, അവരാണ് വീട് വെച്ച് തന്നത്, അവരാണ് പ്രതിസന്ധിയിൽ സഹായിക്കാൻ വന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നിൻ്റെയൊക്കെ ഉള്ളിൽ ഈ പറയുന്ന കടുത്ത അസൂയയും കുശുമ്പും പകയുമൊക്കെ ചേർന്ന വിരോധവുമുണ്ട്. അതുകൊണ്ട് അതൊരു പുതുമയൊന്നുമല്ല, അതൊരു വിരോധാഭാസമായി ഇന്ന് സമൂഹത്തിൽ തുടരുന്നതാണ്. എന്നെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഈ വികാര എന്താ പറയാ മതമല്ല, ഒരുതരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. മനസ്സിലായോ? അതും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. എന്നെ തെറ്റിദ്ധരിക്കൊന്നുമല്ല. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷെ മതതീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. അത് തർക്കം വേണ്ട ആ കാര്യത്തിൽ. അതിനാണ് മരിച്ചുപോയവരുടെ പോസ്റ്റിന്റെ താഴെ ഈ തോന്നിയാസം എഴുതുന്നത്. മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ, സുഹൃത്തെ. എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധനായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എന്റെ എന്താ പറയാ, എന്റെ ടാറ്റു വർക്ക് ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പൊ അതിന്റേതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പൊ ഈ മതമൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്താ പറയാ ഓവർഫ്ലോ ആവുന്നത്. ഞാൻ പക്ക
ഫെമിനിസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഇതാണ് ആള്. ഇവൻ ഒരുപാട് ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, ഒരുപാട് ഈ പറയുന്ന പോലെ സംഗതിയൊക്കെ ഉണ്ടെങ്കിലും രണ്ട് കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ഒന്നാമത്തെ കാര്യം, ജോലി ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ശമ്പളം വാങ്ങിക്കുന്നതും ഒരു മുസ്ലിമിൻ്റെ കടയിലോ സ്ഥാപനത്തിലോ എവിടെ നിന്നെങ്കിലുമാണ്. എന്നാൽ ഉള്ളിൽ നിറയെ ഈ സാധനം ഉണ്ട് താനും. കടുത്ത ഈ വിരോധം. അല്ലെങ്കിൽ മരിച്ചവരോട് തോന്നേണ്ട കാര്യമില്ലല്ലോ, മരിച്ച ആളുകളോട് തോന്നേണ്ട കാര്യമില്ല. ഈ ജീവിച്ചിരിക്കുന്ന ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമൊക്കെ തോന്നുമ്പോൾ ഇതുപോലെയുള്ള വികാരം തോന്നുന്ന ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ട കുറേ ആളുകൾ ഈ ഇസ്ലാം മതത്തിലുമുണ്ട്. പക്ഷേ മരിച്ചവരോട് ഇങ്ങനെ തോന്നണമെങ്കിൽ അത് മദ്യത്തിൻ്റെ പേരിലാണെങ്കിൽ പല പേരുകളും ബ്രാൻഡുകളും അതിൻ്റെ ഗുണനിലവാരവും ഒക്കെ വെച്ച് മദ്യമിറക്കാൻ പ്ലാൻ ചെയ്തിരുന്ന രാജേഷ് മന്ത്രിയോട് പറയാനുള്ളത്, സ്നേഹം തിരിച്ചറിവെന്നും അല്ലെങ്കിൽ എന്താ പറയുന്നത് സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന കമ്പാഷൻ, കെയർ, വിസ്ഡം എന്നൊക്കെ പറയുന്ന പേരിലുള്ള ഏതെങ്കിലും നല്ല മദ്യ ബ്രാൻഡുകൾ ഇറക്കി ഇവൻ്റെയൊക്കെ എല്ലാ ദ്വാരങ്ങളിലൂടെയും ഒഴിച്ചു കൊടുത്ത് ഇതിനൊരു ശാന്തി വരുത്തണം. പൊതുസമൂഹം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. ജോലി കൊടുത്തിരിക്കുന്ന ആളിനോട് പറയാനുള്ളത്, ഇവനെയൊന്നും ഒരർത്ഥത്തിലും ഒന്നും കൊടുത്ത് ഇവനെയൊക്കെ ഈ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ ബാധ്യത ഏറ്റെടുക്കരുത്. കാരണം ഉള്ളിൽ നിറയെ അഴുക്കാണ്. അത്തരം കാപഢ്യങ്ങളെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ച് ശരിയാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത്രമേൽ നീചവും നികൃഷ്ടവുമായ ഒരു ചിന്ത ഇവൻ്റെ മനസ്സിൽ ആ സന്ദർഭത്തിൽ തോന്നിയത്. ഇതെൻ്റെ വിലയിരുത്തലാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതാവാം.